ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ഉപ്പുമാവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുക്കറിൽ ചക്കക്കുരു ഇടുക, വെള്ളം ഒഴിക്കുക, വേവിക്കുക, ഉപ്പുമാവ് റെഡി. സിമ്പിളാണ്. നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. ചക്കക്കുരുവൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ച് വെറൈറ്റി ഐറ്റങ്ങൾ തയ്യാറാക്കാറുണ്ടെങ്കിലും ഉപ്പുമാവ് തയ്യാറാക്കുന്നത് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ ഉപ്പുമാവ് റെഡിയാക്കാനായിട്ട് സാധിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചക്കക്കുരു അധികം വേഗില്ല, ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടൊരു മീഡിയം പരുവത്തിൽ, അതായത് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ പൊടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു വരണം. കണ്ടോ, ഞാനിപ്പോൾ കാണിക്കാം. കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്കിനി തൊലി കളഞ്ഞിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ബ്രൗൺ തൊലി നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് ഗുണങ്ങളേറെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിലിടുന്നവരെ ആ വെള്ളം ഒന്ന് വാലാനായിട്ട് വയ്ക്കുക. വച്ചതിന് ശേഷം നമുക്കൊരു തവിയുടെ ആ ഒരു സൈഡ് കൊണ്ട് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ. ഈ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ചക്കക്കുരു വെന്ത് പോയാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ക്രഷ് പരുവത്തിന് കിട്ടില്ല. അതൊരുമാതിരി കുഴഞ്ഞ് ആയിപ്പോവും. അതുകൊണ്ട് വെള്ളമെല്ലാം പോയതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തവി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും, വെന്തതായതുകൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഇഞ്ചി, ഞാനിതിലേക്ക് ചുക്കിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ചേർത്താലും കുഞ്ഞുള്ളി ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ സവാള എടുക്കുക. സവാളയായാലും കുഞ്ഞുള്ളിയായാലും ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ, നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ചക്കക്കുരു ഒരുപാട് തണുത്തതിന് ശേഷം നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ പൊടിക്കാൻ ശ്രമിച്ചാൽ അത് പൊടിഞ്ഞ് കിട്ടില്ല. ചെറിയ ചൂടോടുകൂടി പൊടിച്ചാൽ മാത്രമേ ചക്കക്കുരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തവി കൊണ്ട് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കുന്നതെങ്കിൽ നല്ല ഫൈനായിട്ട് വേണമെങ്കിലും പൊടിക്കാം. ചെറിയ തരിതരിപ്പോട് കൂടിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ചെറിയ തരിതരിപ്പോട് കൂടി വേണമെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫൈനായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഈസിയാണ്. ഇനി ആ സവാള കൂടി ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി. കണ്ടോ, നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പോൾ പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഞാൻ ഈ ഒരു രീതിയിൽ ഫോട്ടോ എടുത്തോ ഫോട്ടോയ്ക്ക് അത്ര ഒരു എടുപ്പ് തോന്നാത്തത് കൊണ്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തേങ്ങ ചിരകി ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്ത പാന് ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ പാനിലേക്ക് കുറച്ച് ചക്കക്കുരു ഉപ്പുമാവ് ഇട്ടിട്ട് തേങ്ങ അതിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടത് ചുക്കുപൊടിയാണ്. അത് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ് ചുക്കുപൊടി. ഇനി കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ചക്കക്കുരു പൊടിച്ചത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം.
ഉപ്പൊക്കെ നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമയുടെ രുചി എന്ന് തന്നെ പറയാം. പണ്ട് എൻ്റെ മുത്തശ്ശിയൊക്കെ തയ്യാറാക്കുമായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സൂപ്പറാണ്. കഴിക്കാനാണെങ്കിൽ വൈകിട്ട് ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ സൂപ്പറാണ്. ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തതിന് ശേഷമുള്ള ഫോട്ടോയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.